ലോകമെമ്പാടും ഈ സമയത്ത് ഞങ്ങൾ ടെലിവിഷനിലൂടെയും ഇന്റർനെറ്റിലൂടെയും ഒക്കെയായി വീക്ഷിക്കുന്നവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനങ്ങളിൽ നിന്നുള്ള തുടർമാനമായുള്ള പഠനങ്ങൾ വലിയ ചൈതന്യം ഉളവാക്കുന്നു എന്ന് കേൾക്കുന്നതിൽ അറിയുന്നതിൽ സന്തോഷിക്കുന്നു. നോട്ട് എടുത്ത് എഴുതിയെടുത്ത് പഠിച്ച് അനേകരെ പഠിപ്പിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. അവർക്കായിട്ട് യേശുവിന് മഹത്വം കൊടുക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ രണ്ടാമത്തെ ചിന്തയിലേക്ക് അല്ല, മൂന്നാമത്തെ ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വരെ എബ്രായ ലേഖനകാരൻ വിശദീകരിച്ചത് ഒറ്റ വിഷയമാണ്: ക്രിസ്ത്യൻ ഇമ്മെച്യൂരിറ്റി, ക്രിസ്തീയ പക്വതയില്ലായ്മ, ക്രിസ്തീയ വളർച്ചയില്ലായ്മ, കുട്ടിത്തം, ആത്മീയ കുട്ടിത്തം എന്ന പാപ്പരത്തമായ ക്രിസ്തീയ ജീവിതം. 3 വിഷയങ്ങളിൽ അപ്പോസ്തലൻ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അവരുടെ ഇടയിലെ പാപ്പരത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമത്, നിങ്ങൾ കേൾപ്പാൻ മാന്യതയുള്ളവരാണ്, ലേറ്റ് ഹിയറിംഗ് ആണ്. പറയുന്ന കാര്യങ്ങൾ വളരെ പറയുവാനുണ്ട് എങ്കിലും 5-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് വളരെ പ്രസ്താവിക്കാനുണ്ടെങ്കിലും പ്രസ്താവിക്കാൻ തരവില്ല. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് കേൾക്കാൻ മാന്യമുള്ളവരാണ്, പറയുന്നത് വേഗത്തിൽ കേൾക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്, നിങ്ങൾ ഇപ്പോഴും ആദ്യ പാഠങ്ങളിൽ നിൽക്കുകയാണ്. 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ അത് വിശദീകരിച്ചു. ആദ്യ പാഠങ്ങളിൽ നിൽക്കുകയാണ്. 6-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ 3-ാമത്തെ ക്രിസ്ത്യൻ മെച്യൂരിറ്റിയുടെ വിഷയം വിശദീകരിച്ചു. ഇന്ന് പകൽ അത് വേറൊന്നുമല്ല, സ്വർഗീയദാനം ആസ്വദിച്ചു, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി അനുഭവിച്ചു. എല്ലാം കഴിഞ്ഞിട്ടും ഈ ഒരിക്കൽ ലഭിച്ച പ്രകാശനത്തിൽ തുടരാൻ കഴിയാതെ പലപ്പോൾ പെയ്ത മഴ മുഴുവൻ കുടിച്ചിട്ട് സസ്യാദികളെ വിളയിക്കാൻ കഴിയാത്ത ഭൂമിയുടെ അവസ്ഥ പോലെ അപക്വമായ ആത്മീയ അവസ്ഥയിൽ നിൽക്കുന്നവരെ അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ അപഗ്രഥിക്കുകയാണ്. ഇന്നത്തെ 3-ാമത്തെ അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6-ാം അധ്യായത്തിലെ 3-ാമത്തെ ചിന്തയിലേക്ക് നമ്മൾ ഒരുമിച്ച് വരികയാണ്. ഈ ചിന്ത ക്രിസ്ത്യൻ ഇമ്മെച്യൂരിറ്റിയുടെ ഏറ്റവും ഒരു ഉപസംഹാരം എന്ന വണ്ണം കൊടുത്തിരിക്കുന്നതാണ്. ക്രിസ്തീയ വളർച്ചയില്ലായ്മ എന്ന വിഷയത്തെ മുമ്പിൽ വിശദീകരിച്ചതിന് ഒരു ഉപസംഹാരം എന്ന പോലെ കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് മർമ്മമായി ഗ്രഹിക്കേണ്ടിയ 4 പ്രധാന ആശയങ്ങളുണ്ട്. നമ്മൾ ഒരുമിച്ച് സ്വീകരിക്കാൻ പോവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒരുക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ, 12-ാമത്തെ വാക്യം വായിച്ചാൽ ഇത് പറയാനുണ്ടായ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാകും. 12, 13, 14, 15 വാക്യങ്ങൾ. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഇപ്പോൾ ശ്രദ്ധിച്ചാട്ടെ. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും കണ്ടോ. അപ്പം ഈ 5-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരാണ്. എന്നിട്ട് 6-ാം അധ്യായത്തിൽ ഇവിടെ ഇതാ വായിച്ച വാക്യത്തിൽ 12-ാമത്തെ വാക്യത്തിൽ അങ്ങനെ നിങ്ങൾ കേൾപ്പാൻ മന്ദതയുള്ളവരാണ് എന്ന് അവിടെ പറഞ്ഞതിന്റെ വിശദീകരണം, മന്ദതയില്ലാത്തവരായി, അങ്ങനെ നിങ്ങൾ മന്ദതയില്ലാത്തവരായി വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദാനങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ഇവിടുത്തെ വിഷയം? എബ്രായ ലേഖനകാരൻ ഇവിടെ വിശദീകരിക്കുമ്പോൾ ഇവരിൽ പലർക്കും മന്ദതയുണ്ടായി, ഇവരിൽ പലരുടെയും ഉത്സാഹം തണുത്തുപോയി. ആരംഭശൂരത്വം എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും ആ പദത്തിൻ്റെ ആശയം മനസ്സിലാകും. ആരംഭത്തിലെ വിപ്ലവാത്മകമായ വലിയ എടുത്തുചാട്ടങ്ങളൊന്നും മുമ്പോട്ട് പോയപ്പോൾ ഉണ്ടായില്ല. വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിന് പകരം പലരും വിശ്വാസത്യാഗികളായി. കർത്താവിൻ്റെ കൃപയിൽ നിന്ന് പലരും പുറകോട്ട് പോയി. അപ്പോസ്റ്റസി അഥവാ വിശ്വാസത്യാഗം അവരുടെ ഇടയിൽ സംഭവിച്ചപ്പോൾ അപ്പോസ്തലൻ ഇവിടെ വിശദീകരിക്കുകയാണ്, അയ്യോ, നിങ്ങൾ പ്രാപിച്ച പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കേണ്ടിവരാണ്. നിങ്ങൾ മന്ദീഭവിച്ചു പോകേണ്ടവരല്ല, മന്ദരായിരിക്കേണ്ടിവരല്ല. ആ വാക്യം ഒന്നുകൂടെ വായിച്ചോ, 15-ാമത്തെ വാക്യം. അങ്ങനെ നിങ്ങൾ മന്ദതയില്ലാത്തവരായി വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. നിങ്ങൾക്ക് ഇനി ദീർഘക്ഷമയുണ്ടാകണം, പിന്നെ മന്ദത മാറണം. 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ
അങ്ങനെ നിങ്ങൾ മന്ദതയില്ലാത്തവരും വിശ്വാസത്താലും ദീർഘക്ഷമയാലും, ഒന്ന് പറഞ്ഞേ, വിശ്വാസത്താലും ദീർഘക്ഷമയാലും. ഇവർ പലരും പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മറുപടികൾ പലതും നീണ്ടുപോയി. ഇവർ പലരും പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടികൾ ലഭിക്കാതായി, ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയാത്തവരായി ഇവർ പലരും പറഞ്ഞു, ഈ പ്രാർത്ഥനയിലൂടെ ഒന്നും മറുപടി കിട്ടാൻ പോകുന്നില്ല, ഞാൻ ഈ ദൈവത്തെ വിട്ടിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് വിശ്വാസത്യാഗികളുടെ എണ്ണം പെരുകിയപ്പോ അയ്യോ, മന്ദതയില്ലാത്തവരായി വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് സഹോദരപ്രീതിയോട് ഇന്ദ്രിയജയവും വർദ്ധിപ്പിക്കേണ്ടിയ സമയം ഇതാണ് എന്ന് പറഞ്ഞ് എഴുതിയ ആഴമാണ് ഇവിടെ നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ മന്ദതയില്ലാത്തവരാകേണ്ടത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും കാണാത്ത കാര്യങ്ങളെ കണ്ടതുപോലെ വിശ്വസിച്ച് ഈ കർത്താവിൽ ഉറച്ച് നിങ്ങൾ തുടരേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, നമ്മൾ അതിലേക്ക് വരികയാണ്. ദൈവം അബ്രഹാമിനോട് 13-ാമത്തെ വാക്യം, 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, 6:13, എബ്രായർ 6:13. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ, പഴയ നിയമത്തിലെ പിതാവായിരുന്നു അബ്രഹാം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് പഴയ നിയമം പറഞ്ഞ, പുതിയ നിയമത്തിൽ ജീവിച്ച, പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ജീവിച്ച അനുഗ്രഹിതനായ പിതാവ് അബ്രഹാം വിശ്വാസത്താൽ വിശ്വാസത്താൽ വാഗ്ദത്തം ചെയ്തപ്പോൾ, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട്. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട വാക്യം, ദൈവം അബ്രഹാമിനോട് വാക്കു പറഞ്ഞപ്പോൾ, അതാണ് ഇവിടുത്തെ വിഷയം. ദൈവം അബ്രഹാമിനോട് വാക്ക് പറഞ്ഞപ്പം എന്നതാ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാക്ക്? 14-ാമത്തെ വാക്യം നോക്കി, 6:14. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതായിരുന്നു ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാക്ക്. എന്നോട് ചേർന്ന് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. എന്നോട് കരമുയർത്തി ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞത് സാക്ഷാൽ അനുഗ്രഹത്തിന്റെ ഉറവിടമായ ദൈവമാണ്. ഈ ദൈവം ഇത് പറഞ്ഞപ്പോൾ, അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ, നോക്കാം വാക്ക്, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട്, വാക്ക് പറഞ്ഞപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം. കരമടിച്ച വാക്യത്തിനായിട്ടൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. തന്നേക്കാൾ വലിയവനെ കൊണ്ടാണ് സാധാരണ രീതിയിൽ സത്യം ചെയ്യുന്നത്. ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടവരോ ഒക്കെ വാക്കുകൾ പറയുന്ന സമയത്ത്, വാഗ്ദാനങ്ങൾ പറയുന്ന സമയത്ത് സാധാരണ രീതി പറയുന്ന ചില വാക്കുകളുണ്ട്. അമ്മയാണ് സത്യം. അമ്മയെ ചെറുതായിട്ട് കാണുന്നതുകൊണ്ടാണോ അമ്മയാണ് സത്യം എന്ന് പറഞ്ഞേ? പിന്നെ ചിലർ എൻ്റെ ദൈവമാണ് സത്യം. ഹല്ലേലൂയ. ദൈവത്തെ ചെറുതായിട്ട് കാണുന്നതുകൊണ്ടാണോ ദൈവമാണ് സത്യം എന്ന് പറഞ്ഞത്? പിന്നെ ചില എൻ്റെ മക്കളാണ് സത്യം. ഇത് എന്തിനാ ഞാൻ പറയുന്നത് ചോദിച്ചാൽ, നിങ്ങളും ഞാനും വാഗ്ദാനം ചെയ്യുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആരോടെങ്കിലും വാക്ക് പറയുന്ന സമയത്ത് അത് സത്യമാണെന്ന് പറയാൻ വേണ്ടി വലിയ ആളെ പിടിച്ചോണ്ട് ഉറപ്പ് പറയാറുണ്ട്, ഇല്ലേ? വലിയ ആളെ പിടിച്ചോണ്ട് അമ്മ വലുത്, അതുകൊണ്ട് അമ്മയാണ് സത്യം. ഓക്കെ, ഇനി അമ്മയോടൊപ്പം തന്നെ എൻ്റെ ദൈവമാണ് സത്യം, എൻ്റെ മക്കളാണ് സത്യം. ഭാര്യയാണ് സത്യം എന്ന് പറയുന്നത് അങ്ങനെ കേട്ടിട്ടില്ല. എൻ്റെ മക്കളാണ് സത്യം, എനിക്കുണ്ടായ എൻ്റെ മക്കളാണ് സത്യം. അല്ലെങ്കിൽ ഭർത്താവാണ് സത്യം എന്ന് പറയുന്നത് അങ്ങനെ കേട്ടിട്ടില്ല. എൻ്റെ മക്കളാണ് സത്യം, എൻ്റെ അപ്പനാണ് സത്യം, എൻ്റെ അമ്മയാണ് സത്യം, എൻ്റെ ദൈവമാണ് സത്യം, യേശുവാണ് സത്യം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഏതെങ്കിലും വാക്കുകൾ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഈ വാക്കുകൾ ഉറപ്പിക്കുന്ന സമയത്ത് എന്താ പറയുന്നത് അറിയോ? വലിയ ആളുടെ പേരാ പറയുന്നത്. എനിക്ക് വലുതായി ആരുണ്ടോ അവരുടെ പേരിലാ സത്യം ചെയ്യുന്നത്. ഇവിടെ ദൈവം അബ്രഹാത്തിനോട് വാഗ്ദത്തം ചെയ്യാൻ പോയപ്പോ തന്നെക്കാട്ടിലും വലിയ ഒരാളുടെ പേര് പറഞ്ഞ് ദൈവത്തിന് പറയാനില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്ന വായിക്കുന്നത്? വായിച്ചോ വാക്യം. ദൈവം അബ്രഹാത്തിനോട് വാഗ്ദത്തം പറഞ്ഞപ്പോൾ, വാക്ക് പറഞ്ഞപ്പോ തന്നേക്കാൾ വലിയവനെ കൊണ്ട്. ശ്രദ്ധിച്ചേക്ക്, ദൈവം അബ്രഹാത്തിനോട് വാക്ക് പറയാൻ പോയപ്പോ പറഞ്ഞ വാക്കെന്നാന്ന് ഞാൻ താഴെ വായിച്ചു. എന്താ അത്? ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും. ഒന്ന് സ്വീകരിച്ച മക്കളെ, കരമടിച്ച വാക്യത്തെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ദൈവം അബ്രഹാത്തിനോട് വാക്ക്
വാക്ക് പറഞ്ഞപ്പോ ദൈവത്തിന് ഈ വാക്ക് ഉറപ്പിക്കാൻ, ഇന്നയാളാണ് സത്യമെന്ന് പറയാൻ ദൈവത്തെക്കാൾ വലിയ ഒരാളെ കാണാഞ്ഞിട്ട് ദൈവം തന്നെത്താൻ സത്യം ചെയ്തു പറഞ്ഞു, ഓ ഹല്ലേലൂയ, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ വാക്യം വായിപ്പിക്കാം. ദയവായി നിങ്ങൾ അതിന്റെ അർത്ഥത്തിലേക്ക് ഒന്ന് വന്നിട്ട്. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു. അബ്രഹാത്തിനോട് ദൈവം വാഗ്ദത്തം ചെയ്തപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യാൻ കഴിയാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്തിനാ ഇവിടെ ഇത് പറയുന്നത്? എന്തിനാ ഇതിവിടെ പറയുന്നത്? ഈ എബ്രായ ക്രിസ്ത്യാനികൾ ആരാന്നറിയാമോ? വിശ്വാസത്താൽ അബ്രഹാമിനെ പോലെ നീതീകരിക്കപ്പെട്ടവർ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. നിങ്ങളും ദൈവത്തിൽ വിശ്വസിച്ചു, അത് നിങ്ങൾക്ക് നീതിയായി കണക്കിട്ടു. സോ അബ്രഹാമിനോട് ഇവിടെ പറഞ്ഞ വാക്ക് അബ്രഹാത്തിന് മാത്രമല്ല, വിശ്വസിക്കുന്ന നാമല്ലോ അബ്രഹാമിന്റെ സന്തതികൾ. കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തേ. അപ്പൊ ഇവിടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും, വലുതാക്കും എന്ന് വാഗ്ദത്തം ചെയ്തത് നിങ്ങളോടും എന്നോടുമാണ്. ഇതിനകത്ത് യാതൊരു സംശയവും വേണ്ട. കാരണം ഇവിടുത്തെ മധ്യസ്ഥന്മാരെ നിർത്തി നടത്തിയ വാഗ്ദത്തമല്ലിത്. പിതാവായ ദൈവവും പുത്രനായ ദൈവവും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്, ഒരുമിച്ച് പറഞ്ഞ വാക്കാണ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, ഇത് ദൈവവും കൂടെ തീരുമാനിച്ചതാണ്. ഹല്ലേലൂയ. പുത്രനും പിതാവും കൂടെ പറഞ്ഞ വാക്കാണ്. ഈ ഉടമ്പടിക്കകത്താണ് നിങ്ങൾ കയറിയിരിക്കുന്നത്. പഴയ നിയമ ഉടമ്പടി, പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ മോശയും പിതാവായ ദൈവവും തമ്മിൽ ചെയ്തതാണെങ്കിൽ, പുതിയ നിയമ ഉടമ്പടി പുത്രൻ ദൈവവും പിതാവായ ദൈവവും ചെയ്തതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇത് എൻ്റെ രക്തത്തിന്റെ പുതിയ നിയമം. ഓ, എത്ര പേരാ വചനത്തിന്റെ കരമടിക്ക്. ഇത് എൻ്റെ രക്തത്തിന്റെ പുതിയ നിയമം. ഓ ഹല്ലേലൂയ. ദിസ് ഈസ് ദ ന്യൂ കവനന്റ് ഓഫ് മൈ ബ്ലഡ്. എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ കവനന്റ്, പുതിയ ഉടമ്പടിയ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ളത് നിങ്ങളുടെ പ്രവൃത്തിയല്ല, ഇത് ഞാനും പിതാവും തമ്മിൽ ചെയ്ത ഉടമ്പടിയാ. ഈ ഉടമ്പടിക്കകത്ത് വിശ്വാസത്താൽ കയറിയവരാ നിങ്ങൾ. കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്ത്. എത്ര വലിയ പദവിയിലേക്കാ യേശു ക്രിസ്തുവിലൂടെ വന്നിരിക്കുന്നതെന്ന് അറിയാതിരിക്കരുതേ. ഇവിടെ ദൈവം, ഹല്ലേലൂയ. എന്നാ ഇവിടുത്തെ വിഷയം എന്നൊന്ന് മനസ്സിലാക്കിക്കാട്ടെ. ഇവര് പലരും മന്ദീഭവിച്ചവരായി. ഓ ഹല്ലേലൂയ. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുക. മേളത്തെ വാക്യം ഒന്ന് വായിച്ചോ. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. കണ്ടോ, ഇവർക്ക് പലർക്കും മന്ദതയുണ്ടായി, ഇവർക്ക് പലർക്കും സംശയമായി. ഈ ദൈവം എന്നെ അനുഗ്രഹിക്കുമോ? ഈ ദൈവം എന്നെ വിടുവിക്കുമോ? ഈ ദൈവത്തിന് എൻ്റെ സ്ഥിതി മാറ്റാൻ പറ്റുമോ എന്ന് പലർക്കും മന്ദതയായി. അങ്ങനെ നിങ്ങൾ ഇല്ലാത്തവരായി. മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും വിശ്വസിക്ക്. എന്നതാ വിശ്വസിക്കണ്ടേ? വാക്ക് പറഞ്ഞത്. എന്നതാ വാക്ക് പറഞ്ഞത്? താഴെ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും. ഓ, ആരാ അതിനെ സ്വീകരിക്കുന്നേ? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും. ഇതങ്ങോട്ട് ഓർക്ക്. ഇന്നത്തെ ഡ്രൈനസ് കണ്ട് ഈ കർത്താവിനെ തള്ളിപ്പറയരുത്. ഇന്നത്തെ ബുദ്ധിമുട്ടുകൾ കണ്ട്, ഇന്ന് കടന്നു പോകുന്ന കഷ്ടതകൾ കണ്ട് ഈ യേശുവിനെ ഇട്ടേച്ചു പോകരുത്. കരമടിച്ചു തന്നെ ഉറച്ചു പറ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ദൈവത്തെ നോക്കി, പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ നോക്കി പറഞ്ഞ ഉടമ്പടിക്കകത്താ ഞാൻ കയറിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്താ ഈ വാഗ്ദാനത്തിന് പ്രത്യേകത എന്നാണെന്നറിയോ? ഈ വാഗ്ദാനത്തിന് പ്രത്യേകത എന്നാണെന്നറിയോ? അമ്മയെ നോക്കി സത്യം ചെയ്താൽ അമ്മ നാളെ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല. കൊച്ചിനെ നോക്കി സത്യം ചെയ്താൽ കൊച്ചു നാളെ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെ നോക്കി സത്യം ചെയ്താൽ അടുത്ത ഇലക്ഷന് പുള്ളിക്ക് സീറ്റ് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. പക്ഷെ ഇവിടെ വാക്ക് പറഞ്ഞവൻ അചഞ്ചലനായ ദൈവമാണ്. ഓ, ഗതിഭേദങ്ങളിൽ ഇല്ലാത്തവനാണ്. ഇന്നലെ എന്താണോ അതാണ് നാളെ അവൻ, ഇന്ന് എന്താണോ അതാണ് നാളെ അവൻ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നിന്നോട് വാക്ക് പറഞ്ഞ ദൈവം, ഓ ഹല്ലേലൂയ, ഇട്ടേച്ചു പോകുന്നവനല്ല, ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല, പറഞ്ഞ വാക്ക് പാലിക്കാൻ നിവൃത്തിയില്ലാത്തവനല്ല. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ദൈവമായിരിക്കുന്നത്രയും കാലം
ആരാ പദത്തെ സ്വീകരിക്കുന്നത്? ദൈവം ദൈവമായിരിക്കുന്നത്രോം കാലം ആ വാഗ്ദത്തത്തിന് വിച്ഛേദനമില്ല. കാരണം ഇത് പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ നോക്കി നടത്തിയ വിളംബരമാണ്. അബ്രഹാത്തിനെ അനുഗ്രഹിക്കുന്ന സമയത്ത് തന്നേക്കാൾ വലിയവനെ കാണാഞ്ഞിട്ട് ത്രിയേക ദൈവം തൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഓ ഹല്ലേലൂയ, എൻ്റെ ഉള്ളിൽ ഈ വചനം കത്തുന്നു. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ പേരെന്ത്? ദൈവത്തിൻ്റെ മറുപടി, ഞാനാകുന്നവൻ, ഞാനാകുന്നു, ഞാനാകുന്നു. I am that I am. I will be എന്നല്ല, I am. ഞാനാണ്, അത് തന്നെയാണ് ഞാൻ. ഹല്ലേലൂയ. എൻ്റെ അഡ്രസ് അതാണ്. ഞാൻ ഇന്ന് എന്താണോ അതാണ് നാളെ ഞാൻ, നാളെ കഴിഞ്ഞതാണ് ഞാൻ. ഇത് വിശ്വസിച്ച പ്രിയപ്പെട്ടവരെ, അതാണ് ഇവിടുത്തെ ആശയം. എബ്രായ ക്രിസ്ത്യാനികൾ പലരും വിശ്വാസ ത്യാഗികളായി. അവരിൽ പലരും പ്രാർത്ഥനയ്ക്ക് വന്നു, പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ മറുപടികൾ നീണ്ടുപോയപ്പോൾ മന്ദീഭാവം സംഭവിച്ചവരായി, ക്ഷീണിതരായി. ഇത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും എന്താ മറുപടി കിട്ടാത്തതെന്ന് ചോദിച്ച് കർത്താവിൻ്റെ കൃപയിൽ നിന്ന് അകന്നുപോയപ്പോൾ എബ്രായ ലേഖനകാരൻ ഉണർത്തുക, അയ്യേ, ഈ യേശുവിനെ ഇട്ടച്ചു കൊണ്ട കാര്യമൊന്നും ആയിട്ടില്ല, മന്ദീഭവിച്ച് നിൽക്കേണ്ട സമയമായിട്ടില്ല. ഇത് പിതാവും പുത്രനും ചെയ്ത ഉടമ്പടിയാണ്. നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത് ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. എബ്രായ ക്രിസ്ത്യാനികളെ ഞാൻ അങ്ങ് വിട്ടു, ഇവിടെ എന്നെ കേൾക്കുന്നവരെ അങ്ങ് എടുത്തു. ഹലോ, മടുത്തവരിവിടെ ഉണ്ടോ? ചോദിച്ച് പ്രാർത്ഥിച്ച് ക്ഷീണിച്ചവരിവിടെ ഇരിപ്പുണ്ടോ? എൻ്റെ മറുപടി എവിടെയെന്ന് ചോദിക്കുന്നവരുണ്ടോ? കടഭാരത്തിൽ വട്ടം കറങ്ങിയിട്ട് എൻ്റെ ദൈവമേ, നാളെയുടെ പ്രഭാതത്തെ ഞാൻ എങ്ങനെ കാണുമെന്ന് ചോദിച്ചിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ? ഈ സമയത്ത് നിങ്ങളോട് ഈ വാക്ക് കർത്താവ് ഉറപ്പായിട്ട് പറയുന്നു. വേണ്ടിയവർ ആ വാക്കിനെ സ്വീകരിച്ചു. എൻ്റെ ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തപ്പോൾ തന്നെക്കാൾ വലിയവനെ കാണാഞ്ഞിട്ട് ഈ ദൈവം തന്നെത്താൻ നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ വേണമെങ്കിൽ വായിച്ചു. ആ വാക്യം ഒന്നുകൂടെ വേണമെങ്കിൽ, ദൈവം അബ്രഹാത്തിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ, ദൈവം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്തപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട്, തന്നേക്കാൾ വലിയ ഒരാളില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഈ വാഗ്ദത്ത വിഷയം താഴേക്കൊന്ന് വായിച്ചേ, 15-ാമത്തെ വാക്യം. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന്, അങ്ങനെ അബ്രഹാമിന്റെ കാര്യം പറയാം. അങ്ങനെ അബ്രഹാം ദീർഘക്ഷമയോടെ ഇരുന്നു. മേളത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ദീർഘക്ഷമ ഉണ്ടാകണം. എന്നാ ദീർഘക്ഷമ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നതിൻ്റെ ആശയം? ആരോടെങ്കിലും ക്ഷമിക്കുന്ന കാര്യമാണോ? ഇല്ല, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന മറുപടിയെ ദീർഘക്ഷമയോടെ കാത്തിരുന്ന് സ്വീകരിക്കേണ്ട ആശയം ഇവിടെ പറയുന്നേ. അബ്രഹാത്തിനോട് ദൈവം വാക്ക് പറഞ്ഞപ്പോൾ ഒരു ലക്ഷണവും ഇല്ലായിരുന്നു. ഊരിൽ പോലും ഉരിയാടാത്ത ഊമ വിഗ്രഹത്തെ വിറ്റഴിച്ച് നടന്ന ആളായിരുന്നു ഈ അബ്രഹാം. ഇങ്ങേരോട് ദൈവം വാഗ്ദത്തം പറഞ്ഞപ്പോൾ ഇയാൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. മച്ചിയായ ഭാര്യ, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, ഹല്ലേലൂയ, എവിടെയോ പോയി പാർക്കുന്നവൻ, അഡ്രസ് ഇല്ലാത്തവൻ, ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ പൊട്ടനെ പോലെ അതങ്ങോട്ട് ഏറ്റെടുത്തു. ഹല്ലേലൂയ, ഭോഷനെ പോലെ അതങ്ങോട്ട് ഏറ്റെടുത്തു. കാരണം അബ്രഹാത്തിന് അറിയായിരുന്നു, ഈ മൽക്കിസദേക്കിനെ നോക്കി അല്ലെങ്കിൽ ആ കാലത്തുണ്ടായിരുന്ന വേറെ ആരെയെങ്കിലും നോക്കി സാക്ഷ്യം പറഞ്ഞ് വാക്ക് പറഞ്ഞതല്ല ഇത്. ഹല്ലേലൂയ, തന്നെക്കാൾ വലിയവനെ കാണാഞ്ഞിട്ട് തന്നെ നോക്കി. എന്നെ പദവാത്, തന്നേക്കാൾ വലിയവനെ കാണാഞ്ഞിട്ട് തന്നെ നോക്കി. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഒരു സരസമായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞു തരാം. ദൈവം നോക്കി, ആരെ പിടിച്ച ഇവനോട് വാക്ക് പറയണ്ടേ? നോക്കിയപ്പോൾ തൻ്റെ ക്വാളിറ്റിക്കൊത്തോണം ആരെയും കാണാത്ത ദൈവം തന്നെത്താൻ നോക്കി. ദൈവം തന്നെത്താൻ നോക്കി വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ഈ കേട്ട വാഗ്ദത്തത്തെ അബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? അബ്രഹാം ദീർഘക്ഷമയോടെ ഇരുന്നു. ലക്ഷണങ്ങളില്ലായിരുന്നെങ്കിലും ദീർഘക്ഷമയോടെ ഇരുന്നു. എന്നിട്ട് അയാൾക്ക് എന്താ പറ്റി? 15-ാമത്തെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. തന്നെക്കാൾ വലിയവരെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്. വിശദീകരിക്കുക താഴെ, മേളിൽ
പറഞ്ഞു വലിയവനെ ആരെയും കിട്ടിയില്ല എന്നുള്ളത് താഴെ വിശദീകരിക്കുക. എന്നാൽ വന്നേ എബ്രായർ 6:16 വന്നേ. തന്നെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യൻ സത്യം ചെയ്യുന്നത്, ആണ് അവർക്ക് ഉറപ്പിനായി സകല വാദത്തിൻ്റെയും തീർച്ചയാകുന്നു എന്ന് പറഞ്ഞാൽ വാക്ക് പറയുമ്പോൾ വാദം അവസാനിക്കുന്നു. എന്നാ ആശയം അത്. വാക്ക് പറയുമ്പോൾ വാദം അവസാനിക്കുന്നു. ഇരുകൂട്ടരും നിന്ന് വാദിച്ചുകൊണ്ടിരിക്കുക, നീ അത് നിനക്കിത്, ഞാൻ നിനക്ക് തരത്തില്ല. പക്ഷെ നടുക്കൊരാൾ നിന്ന് വാക്ക് പറയുക, രണ്ടുകാരുടെയും കാര്യം ഞാൻ ഏറ്റെന്ന് പറയുമ്പോൾ വാദം അവസാനിക്കുന്നു. വാക്ക് പറയുമ്പോൾ വാദം അവസാനിക്കുന്നു. ചേർന്ന് പറ, വാക്ക് പറയുമ്പോൾ വാദം അവസാനിക്കുന്നു. ഹല്ലേലൂയ. ഇരു കൂട്ടരുടെയും അനുഗ്രഹിക്കപ്പെടുമോ ശപിക്കപ്പെടുമോ, എൻ്റെ സ്ഥിതി ഇതാണ്, എൻ്റെ സാഹചര്യം ഇതാണ്, എൻ്റെ അവസ്ഥ ഇതാണ്, എൻ്റെ ബിസിനസ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തർക്കമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ തകരുമോ ഞാൻ വളരുമോ? ഹല്ലേലൂയ. വാക്ക് പറയുമ്പം തർക്കം തീരും. ഹല്ലേലൂയ. ഇവിടെ ദൈവം വാക്ക് പറഞ്ഞിരിക്കുന്നു. വായിച്ചോ ആ വാക്ക് പറഞ്ഞിരിക്കുന്നു. എന്നാ ദൈവം വാക്ക് പറഞ്ഞത്? അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക്, വാഗ്ദത്തത്തിന്റെ ഭയങ്കര മർമ്മത്തിലേക്ക് ഇറങ്ങാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒന്ന് കരമടിച്ചൊന്ന് യേശുവിനൊന്ന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. പോരാ ശക്തിയോടെ. ഇല്ല നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഞാൻ ഇനി പറയുന്ന പദം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ആ പദം എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു. ദൈവം ദൈവമായിരിക്കുന്നിടത്തോളം കാലം. നിങ്ങൾ എത്ര പേര് അത് ഉറക്കെ പറയുമെന്ന് എനിക്കറിയത്തില്ല. ദൈവം ദൈവമായിരിക്കുന്നിടത്തോളം കാലം ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. രണ്ട് പക്ഷമില്ല. ദൈവം ദൈവമായിരിക്കുന്നത്രയും കാലം. ഇന്നലെ ദൈവം ദൈവമാണോ, ഇന്ന് ദൈവം ദൈവമാണോ, നാളെ ദൈവം ദൈവമാണോ, എന്നാൽ എൻ്റെ അനുഗ്രഹത്തിന് ഒരു മുടക്കം സംഭവിക്കയില്ല. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഇത് പറഞ്ഞത് മനുഷ്യനല്ല. ഫോഷ്ക്ക് പറയാൻ അവൻ മനുഷ്യനല്ല, അനുതപിക്കാൻ അവൻ മനുഷ്യപുത്രനല്ല. വാക്ക് പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്ത് അനുതപിക്കേണ്ട ഗതികേട് എൻ്റെ കർത്താവിനില്ല. നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഒരു സാഹചര്യവും കൺമുമ്പിൽ ഇല്ലായിരിക്കാം. എല്ലാം നെഗറ്റീവ് ആയിരിക്കാം. പൊട്ടനെ പോലെ ആ വീട്ടിലിരുന്ന് കരമടിച്ചോ. ആ കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. ഒരു ഭോഷനെ പോലെ ഓറൊക്കെ പറഞ്ഞു, ഇത് എനിക്ക് ഉറപ്പാ. പുത്രനും പിതാവും ചെയ്ത ഉടമ്പടിക്കകത്ത്, ദൈവം തന്നെ നോക്കി ചെയ്ത ഉടമ്പടിക്കകത്ത്, എല്ലാ വാഗ്വാദവും തീർന്ന ഉടമ്പടിക്കകത്ത് എന്നെ കൃപയാൽ കയറ്റിയിരിക്കുക. ഞാനത് അനുഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന് ടെലിവിഷനിലൂടെ, പ്രത്യേകിച്ച് ഇന്ന് ടെലിവിഷനിലൂടെ വീക്ഷിക്കുന്നവരോട് എനിക്ക് പറയുവാൻ മെസ്സേജ് ഉണ്ട്. ഈ സമയം നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിക്കോ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിൻ്റെ വഴിമുട്ടിയ സ്ഥിതിയിൽ നിങ്ങളെ എത്തിച്ചിരിക്കുന്നുവെങ്കിൽ, മുമ്പ് നിൽക്കുന്ന മഹാപർവ്വതം നിങ്ങളെ ഇന്ന് ഈ പ്രഭാതത്തിലും പുഞ്ചിരിച്ച് കാണിച്ച് നിങ്ങളെ തകർക്കുമെന്ന് പറയുന്നെങ്കിൽ, അതിനെ നോക്കി അധികാരത്തോടെ ഉറപ്പായിട്ട് വിളിച്ചു പറ, ദൈവം തന്നെ നോക്കി പറഞ്ഞ വാഗ്ദത്തത്തിനകത്താ ഞാൻ കയറിയിരിക്കുന്നത്. താഴ്ച പ്രാപിക്കയില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. എൻ്റെ സ്ഥിതി മാറുമോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയവും ഇല്ല. എൻ്റെ അവസ്ഥ മാറുമോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയവും ഇല്ല. കാരണം എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് ദൈവം തന്നെ നോക്കി പറഞ്ഞ വാഗ്ദത്തമാണ്. ഞാൻ അതിനകത്താണ് വിശ്വാസത്താൽ കയറിയിരിക്കുന്നത്. ഞാൻ താഴ്ച പ്രാപിക്കയില്ല, ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പറയുന്നവർ മാത്രം കരമടിച്ചുകൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് അതിനെ ഏറ്റെടുത്താട്ടെ, കുടുംബങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോയിക്കാട്ടെ, ബിസിനസ്സിലേക്ക് അതിനെ കൊണ്ടുപോയിക്കാട്ടെ. സ്വീകരിച്ച് അതിനെ ഒന്ന് കമോൺ ഒന്ന് സ്വീകരിച്ച് ഒന്ന് ഏറ്റെടുത്ത് അതിനെ ഇപ്പോൾ തന്നെ അത് ബലത്തോടെ, അത് കൃപയോടെ വ്യാപരിച്ചിറങ്ങട്ടെ. പരിശുദ്ധ ആത്മാവേ, ഈ സമയത്ത് എന്നെ കേൾക്കുന്ന ലക്ഷക്കണക്കാണ് ആൾക്കാർ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടഞ്ഞു കിടക്കുന്ന അധ്യായങ്ങൾ അവരുടെ മാനസിക നിലവാരങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എനിക്കറിയാം, ഉയർത്തെഴുന്നേറ്റ കർത്താവേ, ഇന്നലെ എന്താണോ നാളെ അത് തന്നെയായ ദൈവമേ, ഇന്നും ഇന്നലെയും നാളെയും അനന്യനായ ദൈവമേ, അവിടുന്ന് ഈ മക്കളോട് വാക്ക് പറഞ്ഞെങ്കിൽ, അടച്ച അധ്യായങ്ങളെ തുറന്ന് അനുഗ്രഹിക്കാമെന്ന് വാക്ക് പറഞ്ഞെങ്കിൽ, യാതൊരു സംശയവുമില്ലാതെ ഈ നിന്റെ മക്കൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്, ശകാരത്തിന് പകരം ശകാരവും ദോഷത്തിന് പകരം ദോഷവും ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ എന്ന വചനത്തിന്റെ നിർണയം വെച്ച്
എന്നെ കേൾക്കുന്ന ലക്ഷക്കണക്കാன ആൾക്കാരെ ലോകരാജ്യങ്ങളിൽ ഞാൻ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. ധാരാളം കൃപ ഓരോ കുടുംബങ്ങളിലേക്കും വരട്ടെ. അവരുടെ മന്ദതകൾ മാറട്ടെ. കർത്താവിനോടുള്ള തീഷ്ണതയിൽ നിന്നുള്ള വീഴ്ച മാറി മറിയട്ടെ. സടകുടഞ്ഞവർ എഴുന്നേൽക്കട്ടെ. ഓ ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് മടുത്തെന്ന് പറഞ്ഞിടത്ത് വാഗ്ദത്തം ഉറപ്പിച്ച് ഉണരട്ടെ. എല്ലാ വാഗ്വാദങ്ങളും അവസാനിക്കട്ടെ. തീർപ്പ് പറഞ്ഞ് ആ ദൈവ മഹത്വം ഇറങ്ങി വരട്ടെ. അതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. നിങ്ങളോട് വാക്ക് പറയാൻ ആരെയും കാണാഞ്ഞ ദൈവം തന്നെ തന്നെ നോക്കി നിങ്ങളോട് പറഞ്ഞ വാക്കാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളത് അനുഭവിക്കുക തന്നെ ചെയ്യും. അതിനായിട്ട് നിങ്ങളുടെ ഭവനത്തെ, വീടിനെ ഒരുക്കിക്കോ. ആമേൻ. കരമടിച്ച് വരിക വരിക. ഒരു കാര്യം കൂടെ പറയാൻ സമയം വേർതിരിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ മേളത്തെ ഭാഗത്ത് വിശദീകരിച്ചപ്പോൾ അത് കേട്ടവർക്ക് മനസ്സിലായി, ദൈവം അബ്രഹാത്തിനോട് വാക്ക് പറഞ്ഞപ്പോ തന്നെക്കാ വലിയവനെ കാണാഞ്ഞിട്ട് തന്നെ തന്നെ നോക്കി ദൈവം അബ്രഹാത്തിനോട് പറഞ്ഞ വാക്കായിരുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ വാക്ക് കണ്ണു അടച്ച് വിശ്വസിച്ച് കാത്തിരുന്ന് എൻ്റെ ദൈവം എനിക്ക് മതിയായവനാന്ന് പറഞ്ഞ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി എന്ത് ദൈവം പറഞ്ഞോ അത് അനുഭവിച്ച അബ്രഹാമിന്റെ കാര്യം മേളി വിശദീകരിച്ചിട്ട് എന്തിനാ ഇത് എബ്രായ സഭയോട് പറയുന്നത് എന്ന് താഴെ അപ്പോസ്തലൻ വിശദീകരിക്കുകയാണ്. കേൾക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ വാ. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിലൊന്ന് ശ്രദ്ധിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ദൈവം വാഗ്ദാനത്തിന്റെ അവകാശികളായവർക്ക്, ഓ അടിവരയിടുക, ഇവിടെയാണ് അതിന്റെ മിസ്റ്ററി തുറക്കുന്നത്. അതുകൊണ്ട് ദൈവം, മേളി പറഞ്ഞപ്പോൾ വാഗ്ദത്തമായിരുന്നു, ഇവിടെ പറയുമ്പോൾ വാഗ്ദാനങ്ങൾക്ക്. എടുക്ക, അടിവരയിട്. അതുകൊണ്ട് ദൈവം വാഗ്ദാനത്തിന്റെ അവകാശികൾ ആയവർക്ക്. മേളി പറഞ്ഞപ്പോ സിംഗുലറാ, ഇവിടെ വന്നപ്പോ പ്ലൂറലാ. നോക്ക്, ദൈവം മേളി പറഞ്ഞപ്പം വാഗ്ദാനങ്ങൾ ഇല്ല, വാഗ്ദാനം. അവകാശികൾ ഇല്ല, അവകാശിയായ അബ്രഹാം. ആരോ ചോദിക്കുന്നു, അബ്രഹാത്തിന്റെ കാര്യം തൃശ്ശൂരുകാരനായ എന്നോട് പറഞ്ഞിട്ട് എന്നാ കാര്യം? ദാണ്ട കണക്ട് ചെയ്യുന്നു, നിങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഒന്നുകൂടെ വായിച്ചു. ദൈവം അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത്. അതുകൊണ്ട് ദൈവം, ശ്രദ്ധിച്ചു കേൾക്ക്, അതുകൊണ്ട് ദൈവം വാഗ്ദാനത്തിന്റെ അവകാശികൾക്ക്, ഒന്ന് പറഞ്ഞേ, വാഗ്ദാനത്തിന്റെ അവകാശികൾ. ഉറക്കെ പറ, എന്നോട് ചേർന്ന് കരമുയർത്തി എന്ന് പറഞ്ഞു. വാഗ്ദാനത്തിന്റെ അവകാശികൾ. എന്നതായിരുന്നു വാഗ്ദാനം? ഞാൻ നിന്നെ ഉറക്കെ പറ. ആരെ നോക്കി വാഗ്ദാനം പറഞ്ഞ്? ദൈവം ദൈവം തന്നെ തന്നെ നോക്കി പറഞ്ഞ വാക്കാണിത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് പറയാ, അതിനന്ന് അവകാശി ഉണ്ടായിരുന്നു. അവകാശി അബ്രാമാ. പക്ഷെ ഇപ്പോ അതുകൊണ്ട് എന്നതിനാ എബ്രായ സഭയ്ക്ക് ഇത് എഴുതുന്നേ? അബ്രഹാം മരിച്ചു, അസ്ഥി പോലും ക്ഷയിച്ചു പോയി. പിന്നെ എന്തിനാ അബ്രഹാത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അബ്രഹാത്തിന്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യത്തിലോട്ട് കൊണ്ടുവരുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അബ്രഹാത്തിന്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ ബന്ധിപ്പിക്കുക. അബ്രഹാം ഇനി രംഗത്തില്ല ഇവിടെ. ഇനി ആരാ ഉള്ളതെന്ന് നോക്കി. ദൈവം, അതുകൊണ്ട് ദൈവം വാഗ്ദാനത്തിന്റെ അവകാശികൾക്ക്, 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അതുകൊണ്ട് ദൈവം വാഗ്ദാനത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്നും അധികം സ്പഷ്ടമായി കാണിക്കാൻ ഇച്ഛിച്ചിട്ട് ഒരു ആണയാൽ ഉറപ്പ് കൊടുത്തു. കിട്ടുകയില്ല. ആ വാക്യം അവിടെ വായിച്ചാൽ എൻ്റെ ആശയം കിട്ടത്തില്ല. പല പ്രാവശ്യം വായിച്ചു നോക്കിയോ, മലയാളത്തിൽ എൻ്റെ ആശയം തുറന്നിട്ടില്ല. പക്ഷെ കുറച്ചുകൂടി ലളിതമായിട്ട് POC ബൈബിൾ എഴുതിയിട്ടുണ്ട്.
POC ബൈബിൾ ഈ സാധാരണക്കാരൻ്റെ ഭാഷ കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ എത്രാമത്തെ വാക്യം ജോസ് ബ്രദർ? ഏത്? 16-ാമത്തെ വാക്യം. ദൈവം, നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ, ദൈവം തന്റെ തീരുമാനത്തിൽ, കിട്ടിയോ? വായിച്ചു. ഓക്കെ. ദൈവം തന്റെ തീരുമാനത്തിന്റെ 17-ാമത്തെ വചനം. 17-ാമത്തെ വചനമാണ് POC ബൈബിൾ വരുമ്പോൾ. അത് എടുക്കുന്നവർ വേഗം എടുത്ത് നോക്കിക്കോ. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം. ദൈവം തന്റെ തീരുമാനത്തിന്റെ അചഞ്ചലത. എന്നാ ലളിതമാ. ഒന്ന് ദൈവം തന്റെ തീരുമാനത്തിന്റെ അചഞ്ചലത. കേട്ടെ, ഒന്ന് പറഞ്ഞ എല്ലാവരും ചേർന്ന വാക്ക്. ദൈവം തന്റെ തീരുമാനത്തിന്റെ അചഞ്ചലത. എന്നെ വാക്കാതെ ദൈവം തന്റെ തീരുമാനത്തിന്റെ എന്നതാ പൊന്നെ ദൈവത്തിന്റെ തീരുമാനം? ഞാൻ നിന്നെ അനുഗ്രഹിച്ച്. ഉറക്കപ്പറ. ദൈവം തീരുമാനിച്ച തീരുമാനം ഒന്ന് പറഞ്ഞേ. ഞാൻ നിന്നെ, ഉറക്കപ്പറ, അനുഗ്രഹിക്കുകയും നിശ്ചയമായും നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവിടെ നിശ്ചയമായും, നോ ഡൗട്ട്, ഒരു സംശയം വേണ്ട, നിശ്ചയമായും. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, നിശ്ചയമായും ഞാൻ, തലയിലോട്ട് കൈവച്ച് വേണേ പറഞ്ഞു, നിശ്ചയമായും ഞാൻ അനുഗ്രഹിക്കപ്പെടുകയും വർദ്ധിക്കപ്പെടുകയും ചെയ്യും. എന്നിട്ട് 17-ാം വാക്യത്തിൽ ഒന്ന് വായിച്ചേ. 6-ാം അധ്യായത്തിന് 17-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. ദൈവം തന്റെ തീരുമാനത്തിന്റെ അചഞ്ചലത. ഈ തീരുമാനത്തെ നോക്കി ദൈവം പറയാ, ഇത് അചഞ്ചലമായ തീരുമാനമാണ്. ഒരു ചലനം ഇതിൻ്റെ അകത്തില്ല, ഒരു മാറ്റം ഇതിൻ്റെ അകത്തില്ല. എത്ര പേര് അത് സ്വീകരിക്കുന്നുണ്ട്? ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ദൈവം പറഞ്ഞ തീരുമാനത്തിന് ഒരു ചലനവുമില്ല. അചഞ്ചലമായ തീരുമാനമാണ്. ആരെല്ലാം നിന്നെ മുടിക്കാനും തകർക്കാനും എഴുന്നേറ്റിട്ട് ഒരു കാര്യമില്ല. ചുമ്മാതാ, വെറുതെ. അസൂയ കണ്ണുകളുള്ള 1000 പേര് നിങ്ങളുടെ തലമുറകൾ നടന്നു പോകുമ്പോൾ, നിങ്ങളൊരു വീട് വെക്കുമ്പോൾ, നിങ്ങൾക്കൊരു നന്മ ഉണ്ടാകുമ്പോൾ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞാൽ അവരോട് പറയണം, കാണേണ്ടത് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ്. എന്നോട് വാക്ക് പറഞ്ഞ ആൾക്ക് ചലനമില്ല. അചഞ്ചലനായ ദൈവം. ഉറച്ചു പറഞ്ഞു, അചഞ്ചലനായ ദൈവം. വായിച്ചോ വാക്ക്. ദൈവം തന്റെ തീരുമാനത്തിന്റെ അചഞ്ചലത, ചലനമില്ലായ്മ, വാഗ്ദാനത്തിന്റെ അവകാശികൾ. അവിടെ പറഞ്ഞപ്പോ ഒരാളോടാ പറഞ്ഞേ, ഞാൻ നിന്നെ. പക്ഷെ ഇവിടെ പറയുക, ഞാൻ നിങ്ങളെ. അവകാശി അല്ല, അവകാശികൾ. വാഗ്ദാനമല്ല, വാഗ്ദാനങ്ങൾ. സ്വീകരിച്ചോ കരമടിച്ച്. ഇപ്പോൾ തന്നെ അത് ഇറങ്ങട്ടെ. ദൈവം തന്റെ തീരുമാനത്തിന്റെ അചഞ്ചല വാഗ്ദാനത്തിന്റെ അവകാശികൾക്ക് കൂടുതൽ വ്യക്തമായി കൊടുക്കുവാൻ നിശ്ചയിച്ചപ്പോൾ ഒരു ശബ്ദത്താൽ ആ തീരുമാനത്തെ ഉറപ്പിച്ചു. അവിടെ ഒന്നുകൂടെ ഞാനത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലായിരിക്കും. ഒന്നുകൂടെ ജോസ് ബ്രദർ തെളിച്ചു വായിക്കും. 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ദൈവം തന്റെ തീരുമാനത്തിന്റെ അചഞ്ചലത. വലിയ മർമ്മം. അത് എടുക്കണേ പ്ലീസ്. എന്റെ കൂടെ പറയാം. ദൈവം തന്റെ തീരുമാനത്തിന്റെ അചഞ്ചലത വാഗ്ദാനത്തിന്റെ അവകാശികൾക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കുവാൻ. അവകാശി ഞാനാ. അവകാശിയായി എനിക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കാൻ നിശ്ചയിച്ചു. അവിടെ നിൽക്കുക. ദൈവം തന്റെ വാഗ്ദത്തത്തെ എനിക്ക് തരാൻ നിശ്ചയിച്ചു. ലളിതമാക്കാം. ദൈവം തന്റെ വാഗ്ദത്തത്തെ എനിക്ക് തരാൻ നിശ്ചയിച്ചപ്പോ ഒരു ശപഥം ചെയ്തു ദൈവം. അതാണ് ഇവിടുത്തെ മർമ്മം. ദൈവം തന്റെ വാഗ്ദത്തത്തെ എനിക്ക് തരാൻ വേണ്ടി ദൈവം ഒരു ശപഥം ചെയ്തു. വായിച്ചോ. ഒരു ശപഥത്താൽ നിശ്ചയിച്ചപ്പം ഒരു ശപഥത്താൽ ആ തീരുമാനം ഉറപ്പിച്ചു. ആണയിട്ട് ഉറപ്പിച്ചു. സത്യം ചെയ്തു. ഒരു ശപഥം വെച്ച് സത്യം ചെയ്തു. ഓക്കെ. എന്നതായിരുന്നു ആ ശപഥം? താഴേക്ക് ഒന്നുകൂടെ ഒന്ന് ഇറങ്ങിയിട്ട് നമുക്ക് മേളിലോട്ട് വരാം. ഓക്കെ. വായിച്ചോ. മാറ്റമില്ലാത്തതും ദൈവത്തെ സംബന്ധിച്ച വ്യാജമാകാത്തതുമായ ഈ 2 കാര്യങ്ങളിലൂടെ വരിക. ഒരു ശപഥം. ഇവിടെ അതിൻ്റെ മിസ്റ്ററി ഒന്ന് തുറന്നിട്ടേ പോകുള്ളൂ. എന്നതാ കൊടുക്കുമെന്ന് പറഞ്ഞേ? അവകാശം. ചേർന്ന് പറഞ്ഞേ. ഉറക്കെ പറ. എല്ലാരും പറ. കരമുയർത്തി പറ.
ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞത് അവകാശമാണ്. അവകാശം കൊടുക്കുമെന്ന് പറഞ്ഞ ദൈവം ഒരു ശപഥം ചെയ്തിട്ടാണ് അവകാശം തരുമെന്ന് ആണയിട്ടത്. എന്നതായിരുന്നു ആ ശപഥം? നിൽക്കാം, ഈ കോണ്ടെക്സ്റ്റ് അവിടെ നിൽക്കട്ടെ. എൻ്റെ കൂടെ ഇങ്ങോട്ട് വാ. മരിക്കാൻ കിടക്കുന്ന അപ്പൻ, അങ്ങോട്ട് വരിക. മരണശയ്യയിൽ കിടക്കുന്ന അപ്പൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. 7 മക്കളാന്നേ അപ്പന്, പഴയ അപ്പന് 7 മക്കളാണ്. 7 മക്കളും മരണം എപ്പോഴാന്ന് പറഞ്ഞ് അടുത്ത് കൂടിയിരിക്കുകയാണ്. അറിയാലോ, ഇച്ചിരി പുത്തനൊക്കെ ഉള്ള പഴയ അച്ചായനാ, നല്ല കുടുംബത്തിൽ പിറന്നതാ. ഇച്ചിരി കാശൊക്കെ ഉണ്ട് വീട്ടിൽ, ഇച്ചിരി തോട്ടവും ഇച്ചിരി റബ്ബറും ഇച്ചിരി തെങ്ങും ഇച്ചിരിയൊക്കെ ഉള്ളതാണെന്ന് കൂട്ടിക്കോ. മക്കളെല്ലാവരും കൂടെ അടുത്ത് കൂടിയിരിക്കുക. എന്തിനാണെന്നറിയാമോ? അപ്പം എങ്ങനെ എൻ്റെ മക്കളെ അല്ല എങ്ങനെ ഞാൻ മരിച്ചോട്ടെ? എന്തിനാ തലചൊറിച്ചില്? പറഞ്ഞേ. സണ്ണിക്കുട്ടിക്ക് അറിയേണ്ടത് എന്നാ? ബേബിക്കുട്ടന് അറിയേണ്ടത് എന്നാ? പറ. അല്ല അപ്പം പോയി കഴിയുമ്പോൾ ഞങ്ങൾ ഈ ബേബി ഞാനിവിടെ വഴക്കുണ്ടാക്കണ്ടല്ലോ. വഴക്ക് ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ അപ്പനൊന്ന് എല്ലാം ഒന്ന് എഴുതി വെച്ചൂടെ? അതല്ലേ ആ തലചൊറിച്ചിലിൻ്റെ അർത്ഥം. ബുദ്ധിമാനായ അപ്പന്മാർ എന്നാ ചെയ്യുമെന്നറിയോ? മരണശൈലിയല്ല, നേരത്തെ തന്നെ ബിൽപത്രം എഴുതും. അതറിയാവുന്നവർക്കറിയാം. പക്ഷെ ബിൽപത്രത്തിൽ ഒരു ക്ലോസ് വെക്കും ബുദ്ധിയുള്ള അപ്പന്മാർ. ആ ക്ലോസ് എന്നാന്നറിയോ? എല്ലാം ബേബിക്കുട്ടിയുടെ പേർക്കും സണ്ണിക്കുട്ടിയുടെ പേർക്കും മോണിക്കുട്ടിയുടെ പേർക്കും മേലിക്കുട്ടിയുടെ എല്ലാ കുട്ടിയുടെ പേർക്കും എഴുതി വെച്ചിട്ട് ഒറ്റ ക്ലോസിൽ കൊണ്ട് അതങ്ങോട്ട് ഉറപ്പിക്കും. എന്നതാ ക്ലോസ്? എൻ്റെ, ഉറക്കെ പറ, അറിയാവുന്നവർ പറ, എൻ്റെ കാലശേഷം എൻ്റെ ഉപയോഗത്തിലിരിക്കുന്ന സ്ഥാപന ജംഗം വസ്തുക്കൾ അത് എന്നതാണെങ്കിലും എൻ്റെ മകൻ ജോണിക്കുട്ടിക്ക് മില്ലിൻ്റെ അടുത്തുള്ള തോട്ടം, എൻ്റെ മകൻ സണ്ണിക്കുട്ടിക്ക് ഇപ്പുറത്തുള്ളത് എന്ന് എൻ്റെ മരണം കൊണ്ട് ഇത് ഉറപ്പിക്കപ്പെടും. എത്ര പേർക്ക് അത് മനസ്സിലായി? ഹല്ലേലൂയ. വാക്ക് പറഞ്ഞപ്പോൾ ഒരിടത്ത് കൊണ്ട് ശപഥം ചെയ്തിരിക്കുന്നേ. മക്കളെ, സണ്ണിക്കുട്ടി നിൻ്റേതാടാ എല്ലാം, പക്ഷേ എൻ്റെ മരണം കൊണ്ട് ഇത് ഉറപ്പാവുള്ളൂ. എത്ര പേർക്ക് ഇത് മനസ്സിലായി? മോനെ, നിൻ്റേതാടാ എല്ലാം. ആ തോട്ടം നിൻ്റേതാ, നീ ആ തേങ്ങ ഇടുന്നേ. ആ മില്ല് നിൻ്റേതാ, അവിടുത്തെ കാശ് വരിവ് നീയല്ലേ മേടിക്കുന്നേ. പക്ഷെ നിൻ്റേതായി മാറണമെങ്കിൽ ഒരു ശപഥം പൂർത്തിയാകണം, ഒരു വാക്കിന് നിവർത്തീകരണം വരണം, ഒരു മരണം ഉണ്ടാകണം. ഒരു മരണം കൊണ്ടേ അവകാശം നിന്റെ പേരിലാവുകയുള്ളൂ. ആർക്കൊക്കെ തെളിഞ്ഞു തുടങ്ങിയവരുടെ കരമടി എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. ഒരു മരണം കൊണ്ടേ അവകാശം വരികയുള്ളൂ. ഇനി ഒരാണ ദൈവം കൊടുത്തു. അങ്ങോട്ട് വന്നേ. ദൈവം തന്റെ തീരുമാനങ്ങളുടെ അചഞ്ചലയുടെ വാഗ്ദത്തത്തെ അവകാശികൾ കൂടുതൽ വ്യക്തമായി കൊടുക്കാൻ നിശ്ചയിച്ചപ്പോൾ ഒരു ശപഥത്താൽ തന്റെ തീരുമാനം ഉറപ്പിച്ചു. ദൈവം വാക്ക് പറഞ്ഞത് അന്ന്, പക്ഷെ ഒരു ശപഥം ഇട്ടു. ആ ശപഥം മറ്റൊന്നുമല്ല, പുത്രന്റെ മരണത്താലേ ഇത് നിരപ്പാവുകയുള്ളൂ, ഇത് നിന്റേതാവുകയുള്ളൂ. ഓ, കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. പുത്രനായ യേശുവിന്റെ മരണത്താലേ ഇത് നിങ്ങളുടേതാവുകയുള്ളൂ. ഇതായിരുന്നു ക്രൂശിൽ യേശു പറഞ്ഞ വാക്ക്. നിവർത്തിയായി ചെയ്തു വെച്ച ശപഥം നിവർത്തിയായി. പിതാവ് അവകാശം തന്റെ മക്കൾക്ക് കൊടുക്കുവാൻ പദ്ധതിയിട്ടപ്പോൾ അന്ന് അവകാശികളാകാൻ വിളിച്ചവർക്ക് വേണ്ടി എഴുതി വെച്ച അവകാശത്തെ ഇവിടെ ഇതാ പുത്രൻ തമ്പുരാന്റെ മരണത്താൽ ഉറപ്പിക്കുന്നു. ഹല്ലേലൂയ. ക്രൂശിന്റെ ചുവട്ടിലേക്ക് നിങ്ങൾ ചെല്ലുക. എനിക്ക് ദാഹിക്കുന്നുവെന്ന ക്രൂശിന്റെ നിലവിളിയുടെ ഒടുവിൽ ചെവി കൂർപ്പിച്ചാൽ ഒരു വലിയ ശബ്ദം കേൾക്കാൻ നിങ്ങൾക്ക് കഴിയും. ടെറ്റലസ്റ്റായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. മക്കളുടെ പേരിൽ എന്തൊക്കെ വർഷങ്ങളിൽ എഴുതി ചേർത്തോ അതിൻ്റെ മുഴുവൻ അവകാശിയായി മക്കൾ മാറുന്ന ഒടുവിലത്തെ നിമിഷം അതായിരുന്നു ക്രൂശിൽ യേശു നിവർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ മാറിയ നിമിഷം. അന്നു മുതൽ നിങ്ങൾ അവതാരം കൈപ്പറ്റുന്ന ദാസന്മാരല്ല, അവകാശം അനുഭവിക്കുന്ന പുത്രന്മാരാണ്. സ്വീകരിച്ചോ. ഇതിനകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുക ദൂത്. ആ ശപഥം നിവർത്തിയായിരിക്കുക.
ഇനി നിങ്ങൾക്ക് അനുഗ്രഹം അനുഭവിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. വാഗ്ദാനം ഇനി, വാഗ്വാദങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല. വാഗ്വാദങ്ങളുടെ മുഴുവൻ പ്രസക്തി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നു. ആ വാക്ക് പുത്രന്റെ മരണത്തെ നോക്കിയാ പറഞ്ഞത്. അത് ക്രൂശിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടേതാണ് അവകാശം. ഇത് പറഞ്ഞ ആരാന്നറിയോ? അചഞ്ചലനായ ദൈവം. അതിനായിട്ട് കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. അചഞ്ചലനായ ദൈവം ഇന്ന് നെഞ്ചെന്നെറ്റിയും വിരിച്ച് ആ അഭിമാനത്തോടെ പറയാൻ തുടങ്ങി, കേട മന്ത്രവാദി, നീ നോക്കിയ എൻ്റെ ഒരു നന്മയും തടയാൻ ഒക്കത്തില്ല. പൊന്നുമോനെ, നീ മന്ത്രവാദം പഠിക്കുന്നതിന് മുമ്പേ പുത്രന്റെ മരണത്താൽ എൻ്റെ തലയിൽ വന്നു ചേരണമെന്ന് കാലാരംഭത്തിൽ ഏകജാതനായ പുത്രനിൽ എനിക്കൊരുക്കി വെച്ച രക്ഷയുടെ മഹത്വം ഞാൻ അനുഭവിക്കുന്നത് തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. അത് ഉറക്കുന്നവർ മാത്രം ഇപ്പോൾ തന്നെ സ്വീകരിച്ചു. അചഞ്ചലമായ വാഗ്ദത്തം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും, വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ദൈവം പറഞ്ഞ അചഞ്ചലമായ വാഗ്ദത്തം ഇപ്പോൾ ഇതാ പല കുടുംബങ്ങളിലേക്ക് വിശ്വാസത്താൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഉറപ്പ് പറയുന്നു ദൈവം, ഉറപ്പ് പറയുന്നു ദൈവം. ഓ, ഈ സമയത്ത് പല വീടുകളിൽ നിന്ന് ശാപങ്ങൾ ഓടിമാറുന്നു, ശാപങ്ങൾ ഓടിമാറുന്നു, അനുഗ്രഹങ്ങൾ വന്നു കയറുന്നു. ആരെയൊക്കെ നോക്കി ദൈവം പറയുന്നു, ഒരു സംശയവും വേണ്ട, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തം ഇനി വാഗ്ദത്തമായിട്ട് അവശേഷിക്കയില്ല. പുത്രന്റെ മരണം വരെ അത് വാഗ്ദത്തമായിരുന്നു. എന്നാൽ ഇതാ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം. ഗലാത്യർ 4:4 കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, നിയമത്തിന്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. അവൻ നിയമത്തിന്റെ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നിങ്ങളും ഞാനും പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. എന്നെ പറഞ്ഞതിൻ്റെ ആശയം ഒരു സംശയവുമില്ലാതെ തൻ്റെ ഇടത്തോടെ കരമുയർത്തി പറയാൻ തുടങ്ങട്ടെ, ഞാൻ അനുഗ്രഹം അനുഭവിക്കുക തന്നെ ചെയ്യും, ഞാൻ വർദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും. നോക്കി നിൽക്കുമ്പോൾ ഞാൻ വർദ്ധിക്കപ്പെടും. എൻ്റെ തലമുറ അനുഗ്രഹം പ്രാപിക്കുക, എൻ്റെ തലമുറ വർദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും. ഏതെല്ലാം രാജ്യത്ത്, ഏതെല്ലാം നാടുകളിൽ ഞാൻ വർദ്ധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു, അവിടെയെല്ലാം ഞാൻ വളർന്ന് പടർന്ന് പന്തലിക്കും. എന്താ കാര്യം? ഈ വാഗ്ദത്തം ചെയ്തവൻ അചഞ്ചലനായ ദൈവമാണ്. ഒന്ന് പറഞ്ഞേ, മാറ്റമില്ലാത്ത ദൈവം, ചലിക്കാത്തത്, പറഞ്ഞ വാക്ക് ഉറപ്പിച്ചവൻ, എന്നെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുമെന്ന് എന്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഭൂമിയിൽ വെച്ച് അന്നല്ല ഇന്നു മുതൽ ഞാൻ അനുഭവിക്കും. നാളുകൾ കഴിഞ്ഞോ വർഷങ്ങൾ കഴിഞ്ഞോ അല്ല, ഇന്നു മുതൽ അത് ഏറ്റെടുക്കുന്ന മക്കൾ കരം ഉയർത്തി ഒന്ന് പറഞ്ഞിട്ട്, എന്റെ കർത്താവ്, എന്റെ യേശു എന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞു. എന്നാൽ അബ്രഹാം വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചതുപോലെ ഞാനും യേശുവിൽ വിശ്വസിച്ചപ്പോ ഞാൻ നീതിമാനായി തീർന്നത് കൊണ്ട് ഈ അവകാശം എനിക്കുമായി തീർന്നു. നിങ്ങളുടെ ഉള്ളത്തിലേക്ക് അതുകൊണ്ട് എഴുതിക്കേ, അകത്തോട്ട് വന്നിട്ടെങ്കിൽ അങ്ങോട്ട് എഴുതിക്കേ. ആ പദത്തിന്റെ ആശയം ഒന്ന് കേട്ടേ. മാറ്റമില്ലാത്തതും ദൈവത്തെ സംബന്ധിച്ച് വ്യാജമാകാത്തതുമായ, ദൈവത്തെ സംബന്ധിച്ച് വ്യാജമാകാത്തതുമായ പറഞ്ഞ ദൈവം പറയാം മാറത്തില്ല. രണ്ടാമത് പറയാ വ്യാജമല്ല, കള്ളം പറഞ്ഞതല്ലെന്ന്. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ ദൈവം ഇവിടെ പറയാ ഞാൻ കള്ളം പറഞ്ഞതല്ല, വ്യാജം പറഞ്ഞതല്ല. ഞാൻ വാക്യം വായിക്കാം നിങ്ങൾക്ക്. മാറ്റമില്ലാത്തതും ദൈവത്തെ സംബന്ധിച്ച് വ്യാജമാകാത്തതുമായ ഈ രണ്ട് കാര്യങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ വെക്കപ്പെട്ടതായ പ്രത്യാശയെ മുറുകെ പിടിക്കുന്നു നമുക്ക് വലിയ പ്രോത്സാഹനമാകുന്നു. എന്നിട്ട് പറയുക, ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിന് സുരക്ഷിതവും സുസ്ഥിരവുമായ ഒരു നങ്കൂരമാണ്. ഹലോ, ഈ ഉറപ്പ് നമ്മുടെ ആത്മാവിന് സുരക്ഷിതവും സുനിശ്ചിതവുമായ ഒരു നങ്കൂരമാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഏതുറപ്പ്? നങ്കൂരമായി ഇവിടെ മാറിയത് ഏതുറപ്പ്?
ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വിടത്തില്ലടാ. അനുഗ്രഹിച്ച് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ഈ ഭൂമിയിൽ വാഴിക്കും. നക്ഷത്രത്തെ നോക്കടാ മോനെ, മണത്തരിയെ നോക്കടാ മോനെ. എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണടാ പൊന്നു മോനെ. പറ്റത്തില്ലെങ്കിൽ ആമേൻ പറ. നിന്നോട് ഈ വാക്ക് പറഞ്ഞ ഞാൻ വ്യാജം പറയുന്ന മനുഷ്യനല്ല. നിന്നോട് ഈ വാക്ക് പറയുന്ന തിരുത്തൽവാദിയായ മനുഷ്യനല്ല. ഇത് പറഞ്ഞ് സത്യവാനായ ഞാനാണ്. ഞാൻ അതിനെ ഉറപ്പിക്കുക തന്നെ ചെയ്യും. അതിവിടെ ഇറങ്ങുക പ്രിയരെ, അതിവിടെ ഇറങ്ങുക. നിങ്ങളത് അനുഭവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പലർക്കും അത് അനുഭവേദ്യമായിക്കൊണ്ടിരിക്കുന്നു. സ്വീകരിച്ചോ വേണ്ടിവരല്ല. ഇന്ന് ദൈവം നിങ്ങളെ നോക്കി പറയുക, എന്നിട്ട് പറയുക, ഈ ഉറപ്പ് ഒന്ന് പറഞ്ഞേ. ഈ ഉറപ്പ് എൻ്റെ കപ്പലിന് ഒരു നങ്കൂരമാണ്. നോക്കി ഈ പ്രത്യാശ, ഈ ഉറപ്പ്, ഈ വാക്ക്. ചിലർ പറയില്ലേ, ആ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പോയേ. പൊക്കോ, ഈ വാക്ക് നിങ്ങളോട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ഇത് കൂടുതൽ എങ്ങനെയാ ഇത് വിശദീകരിക്കണ്ടേ? ഇന്ന് നിങ്ങളോട് കർത്താവ് വാക്ക് പറഞ്ഞിരിക്കുക. എന്നാ വാക്ക്? ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമെന്ന് കർത്താവ് വാക്ക് പറഞ്ഞപ്പോ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇനി ഓളം വരുമ്പോ എങ്ങനെയാ? നിന്റെ പട അനങ്ങത്തില്ല മോനെ. ഇത് നിനക്ക് നങ്കൂരമാ. എത്ര വലിയ കോളിളക്കത്തിന്റെ നടുവിലും പിടിച്ചു നിൽക്കാനുള്ള ഉറപ്പാ ഇത്. എന്നാ ഉറപ്പ്? ഞാൻ നിന്നെ കരമടിച്ചൊന്ന് സ്വീകരിച്ച ദൈവമക്കളെ, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമെന്ന് എന്നെ കൊണ്ട് തന്നെ ഞാൻ ശപഥം ചെയ്യുന്നു. വേറെ ആര്? എന്റെ മുനുവനെ എനിക്ക് നിന്നോട് ഒന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം ഇളകി പോകുന്നതാ, ബാക്കിയെല്ലാം വാക്ക് മാറുന്നതാ. ഞാൻ ഇങ്ങനെ സരസമായിട്ട് നമുക്ക് അങ്ങ് പോവാം. ഞാൻ ആകാശത്തെ നോക്കി സത്യം ചെയ്താലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായ, ആകാശം ഇല്ലാതായാലോ? ആകാശം ഒരു സമയത്ത് മാറും. ഹല്ലേലൂയ. ഞാൻ സമുദ്രത്തെ നോക്കി സത്യം ചെയ്താൽ വെള്ളം പറ്റിപ്പോയാലോ? ഞാൻ ഏതെങ്കിലും മൃഗസസ്യ ലതാദികളെ നോക്കി സത്യം ചെയ്താലും ഇതെല്ലാം ഉണങ്ങിപ്പോകുന്ന. എല്ലാത്തിനെയും നോക്കി നിന്നോട് ഈ വാക്കൊന്ന് പറയാൻ വേണ്ടി, എല്ലാത്തിനെയും നോക്കി നിന്നോട് ഈ വാക്കൊന്ന് പറയാൻ വേണ്ടി, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനം നിന്നോടൊന്ന് പറയാൻ വേണ്ടി എല്ലാത്തിനെയും നോക്കിയപ്പോ എല്ലാം ചഞ്ചലവാ, ഒന്നും അചഞ്ചലമല്ല. നോക്കി മടുത്ത ദൈവം തന്നെത്താൻ നോക്കിയപ്പോ ഇതാ അചഞ്ചലനാ. തൻ്റെ പേര് വാക്ക് പറഞ്ഞപ്പോൾ ഒരാണയും കൂടെ അങ്ങോട്ട് ഇട്ടു. പുത്രന്റെ മരണം കൊണ്ട് ഞാൻ ഇതിനെ ഉറപ്പിക്കും. ആ മരണം ക്രൂശ് നടന്നു കഴിഞ്ഞ പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ അനാഥരല്ല, ദാസരല്ല. കുരിശിന്റെ ചോട്ടിലേക്ക് നടന്നു പോയത് അനാഥനായിട്ടാ. നിവർത്തി. കുരിശിന്റെ ചോട്ടിലേക്ക് നടന്നു പോയത് അനാഥനായിട്ടാ. കുരിശിന്റെ ചോട്ടിൽ വെച്ച് ആ ശബ്ദം കേട്ടു, എന്താ അത്? പെട്ടെന്ന് എന്റെ തലവര മാറി. അനാഥൻ അവകാശിയായി, ശപിക്കപ്പെട്ടവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി, രോഗി സൗഖ്യം സ്വീകരിച്ചവനായി, ദിവ്യാരോഗ്യം അനുഭവിക്കുന്നവനായി. കരമടിച്ച് ഇപ്പോൾ തന്നെ സ്വീകരിച്ചു. ആ ശപഥത്താൽ അന്ന് ഉറപ്പ് ചെയ്ത ശപഥത്തിന്റെ നിവർത്തീകരണമാണ് ക്രൂശിൽ നടന്നത്. അത് നിവർത്തിയായ പിന്നെ നിങ്ങളുടെ ആത്മാവിന് ഇതൊരു നങ്കൂരമാണ്. ശപിക്കപ്പെട്ട ക്രൂശ് അനുഗ്രഹിക്കപ്പെട്ടു. അന്ന് വരെ ശാപമായിരുന്നു. അനുഗ്രഹത്തിന് വഴിമാറി. ഒന്ന് സ്വീകരിച്ച ദൈവമക്കളെ, ആ പ്രത്യാശ 19-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ആ പ്രത്യാശ നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശീലക്കകത്തേക്ക് കടക്കുന്നതാകുന്നു. അവിടേക്ക് യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അത് വിശദീകരിക്കുന്നില്ല, ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം ഒരു വാക്ക് പറയുന്നു. ആരെ നോക്കിയാ സത്യം ചെയ്യുന്നേ? പലതിനെ നോക്കി ചെയ്യാൻ നോക്കി, എല്ലാം ചലിക്കുന്ന. അചഞ്ചലമായി ഒന്നുമില്ല. ഒടുവിൽ ദൈവത്തിന് മനസ്സിലായി, അചഞ്ചലമായി ഒരാളെ ഉള്ളൂ, അത് ഞാനാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്നെ തന്നെ നോക്കി അങ്ങ് പറയാമെന്ന് പറഞ്ഞ് ദൈവം അന്ന് അബ്രഹാത്തിനെ നോക്കി പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും. ഇത് ഒരു ശക്തിക്കും ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം നീ എന്തോ ചെയ്ത് നിനക്ക് കിട്ടിയതല്ല,
ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. കർത്താവിന് വിശ്വസിച്ചത് കിട്ടി. അബ്രഹാത്തിന്റെ കാര്യം പറഞ്ഞപ്പം, അയ്യോ അബ്രഹാത്തിന്റെ കാര്യമാണല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞു തൃശ്ശൂരുകാരോട്, ടെലിവിഷനിലൂടെ കേൾക്കുന്നവരോട് കർത്താവ് പറഞ്ഞു, അയ്യോ അബ്രഹാത്തിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, അവകാശികളെ അവിടെ കണ്ടായിരുന്നു കേട്ടോ. അവകാശിയല്ലായിരുന്നു, അവകാശികളെ അവിടെ കണ്ടായിരുന്നു കേട്ടോ. വാഗ്ദാനമല്ലായിരുന്നു, വാഗ്ദാനങ്ങളെ അവിടെ കണ്ടായിരുന്നു കേട്ടോ. അന്ന് കണ്ട അവകാശി ആരാന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ആണയിട്ട സത്യം എന്ന് പൂർത്തിയാകുന്നു അന്ന് അവകാശികൾ പുറത്തു വരും. ആണയിട്ട സത്യം, ആണയിട്ട സത്യം എന്ന് പൂർത്തിയാകുന്നു അന്ന് അബ്രഹാം ആ സമയം വരെ അവകാശിയായിരുന്നു എന്ന് ദൈവം തന്നെ കൊണ്ട് വാഗ്ദത്തം ചെയ്തോ ശപഥം ചെയ്തോ, അത് തന്റെ പുത്രന്റെ ദിവ്യ ബലിയിലൂടെ അവകാശികളായി തീർന്നു. അവകാശികളായി തീർന്നു. പെസഹായുടെ നാളിൽ തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തുറന്ന് കിട്ടുന്നുണ്ട്. വേറൊന്നുമല്ല, ഈ ഉടമ്പടിയിലേക്ക്, അന്ന് ദൈവം പറഞ്ഞ വാക്കിലേക്ക് നിങ്ങൾ വിശ്വാസത്താൽ കയറുകയാണ്. എൻ്റെ ദൈവമക്കളെ, ഉറച്ചങ്ങോട്ട് പിടിച്ചോ, വായി തുറന്നങ്ങ് പറഞ്ഞോ, തൻ്റെ ഇടത്തോടെ പറഞ്ഞു, എൻ്റെ ദൈവം എന്നോട്, കരമുയർത്തി പറഞ്ഞു, എൻ്റെ ദൈവം. ഉറക്കെ പറ, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാക്കായത് ഞാൻ അനുഗ്രഹം അനുഭവിക്കുക തന്നെ വാർദ്ധിക്കപ്പെടും. പറഞ്ഞു മകളെ ഓടി വരിക. അടെ ആ കൊച്ചിനെ പിടിച്ചിരിക്കുന്ന ആ സഹോദരി ഒന്ന് കൈ ഉയർത്തിക്കാട്ടെ. മകളെ, നിന്റെ വയറ്റിൽ ഒരു വലിയ സർജറി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഉദരത്തിൽ ഒരു വലിയ സർജറി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹത്വമുള്ള ഒരു വലിയ ദൈവ സാന്നിധ്യം നിന്റെ വയറ്റിൽ എന്തോ വലിയ അത്ഭുതം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക. ആ സിസ്റ്ററെ ഒന്ന് മുമ്പോട്ട് വിട്ടോ. ഓ ഹല്ലേലൂയ. ഓടിവാ, ഓടിവാ, അടുത്ത് വരിക, അടുത്ത് വരിക. എന്താ പേര്? കേട്ടൊക്കെയൊന്ന് അഴിച്ചേ. എന്തോ ഇത് ഈ ശ്വാസം വിടാൻ പറ്റാ എന്തിനാ കെട്ടി വെച്ചിരിക്കുന്നത്? എന്നാ പേര്? ഉഷ. ഉഷ, ശ്രദ്ധിച്ച് കേക്ക് മകളെ, ഇങ്ങോട്ട് നോക്ക്. നീ അവിടെ നിന്ന സമയത്ത് നിന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് യേശു, ഉഷ ഇങ്ങോട്ട് നോക്ക്, നിന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് യേശു പറഞ്ഞു, ഈ സ്പോട്ടില് ലെഫ്റ്റ് ചെസ്റ്റില് ഒന്ന് തൊട്ടേ. അതേല് യെസ്, ലെഫ്റ്റ് ചെസ്റ്റില് ഉഷയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറഞ്ഞേ. ഉഷ ശ്രദ്ധിച്ച് കേക്ക, ലെഫ്റ്റ് ചെസ്റ്റില്. ഇതാ ക്രിക്കറ്റ് ബോളിന് എത്ര വലിപ്പമുണ്ട്, അത്രയും വലിപ്പത്തിൽ ഇവിടെ നിനക്ക് ഭാരമിരിക്കുക, മുളയിരിക്കുക. യേശു പൈനെ എടുത്തു മാറ്റുക. ഉഷയ്ക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റും. എത്ര നാളായി ഇത് പ്രത്യക്ഷപ്പെട്ടിട്ട്? 5 മാസമായി. 5 മാസമായി. പിടിച്ചേ, അതിലോട്ട് ഇങ്ങനെ പിടിച്ചേ. ദാ കാണേണ്ടിയവരെല്ലാം കണ്ണു തുറന്ന് കണ്ടു. 5 മാസം കൊണ്ട് ഉഷ ചുമന്നത് ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. ദൈവമഹത്വം ആ ശരീരത്തിൽ അടിക്കുന്നു. നിങ്ങൾ നോക്കിക്കോ, ഉഷ എഴുന്നേറ്റ് വരുമ്പോൾ അതവിടെ കാണുകയില്ല. കാരണം യേശു ഉഷയെ തൊട്ടിരിക്കുന്നു. കരമടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. അപ്പൊ തന്നെ മഹത്വം മകളുടെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. പരിശുദ്ധയാത്മാവേ, പരിശുദ്ധയാത്മാവേ, അങ്ങിറങ്ങി വന്നല്ലോ. പരിശുദ്ധയാത്മാവേ, 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 ഉഷ സൗഖ്യമായിരിക്കുന്നു. കരമടിച്ച് യേശുവിനെ മാത്രം. ഉഷയെടുത്ത് ഉഷയെ പൊക്കിക്കേ. ഉഷ വെറുതെ പുറമെ ഇങ്ങനെ നോക്കിയാൽ പോരാ, ആ ഇരുട്ടിലേക്ക് പോയിട്ട് വ്യക്തമായിട്ട് ആ ഡ്രസ്സ് മാറ്റി നോക്കിയോ അത് അവിടെ ഉണ്ടോന്ന്. ഒരാളുടെ ചെല്ല്, കരങ്ങളെ അടിച്ചുകൊണ്ടോന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഊഹാപോഹങ്ങളല്ല. വരിക സിസ്റ്ററെ, നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവമഹത്വം നിന്റെ ശരീരത്തിലേക്ക് ഇപ്പോൾ അടിക്കാൻ പോവുകയാണ്. ഉയർത്തെഴുന്നേറ്റ യേശു നിന്നെ തൊടുകയാണ്.
നീ അവിടെ നിന്നപ്പോൾ നിന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് യേശു വരിക 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 ഉഷ. നോക്കിയോ? ഉണ്ടോ അവിടെ? ഇല്ല 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 ഇല്ല. ശരിക്കും നോക്കി? ശരിക്കും നോക്കി നോക്കി ശരിക്കും നോക്കിയോ? നോക്കി 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 നോക്കി. ഇല്ല ഇല്ല ഇല്ല. പാവങ്ങളാ പാവങ്ങളാ പാവങ്ങളാ. ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, അങ്ങനെയാണ് ഇനി ആശുപത്രി ഒന്നും വേണ്ടല്ലോ. ആശുപത്രി പോകുന്ന നിവൃത്തിയില്ലാത്തങ്ങളാ, അത്താഴപ്പട്ടിണിക്കാരാ അല്ലേ? മദ്യപിക്കും. കരയാതെ യേശു അല്ല ചെയ്ത് സൗഖ്യം തന്നെനിക്ക്. ആ പാവത്തിന്റെ സന്തോഷത്തിൽ ഒന്ന് പങ്കുചേർന്നേ, ഒന്ന് കരമടിച്ച്. പരിശുദ്ധയാത്മാവേ പരിശുദ്ധയാത്മാവേ അങ്ങിറങ്ങി വന്നല്ലോ. പരിശുദ്ധയാത്മാവേ 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 അങ്ങ് ഇറങ്ങി വിടുവിച്ചല്ലോ. പരിശുദ്ധയാത്മാവേ 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 അങ്ങ് സൗഖ്യമാക്കിയല്ലോ. സന്തോഷമായോ? സന്തോഷമായി സന്തോഷമായി. ആരാണ് ഇവിടെ കൈ തളർന്നു പോയ സ്ഥിതിയിൽ ഇവിടെ വന്നിട്ടുള്ളത്? ആരാണ് ഇവിടെ കൈ തളർന്നു പോയ സ്ഥിതിയിൽ ഇവിടെ വന്നിട്ടുള്ളത്? അങ്ങനെ വന്നിരിക്കുന്നവര്, കൈക്ക് ബലഹീനത വന്നവര്, കൈ ഉയർത്തി ജോലി ചെയ്യാൻ കഴിയാതെ കൈയുടെ തളർച്ച അനുഭവിക്കുന്നവർ ഒന്ന് കരമുയർത്താമോ? മറ്റേ കരം ഒന്ന് ഉയർത്തിയാൽ മതി. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പെട്ടെന്ന് ആ രണ്ടുപേരെ ഒന്ന് വേഗത്തിൽ മുമ്പിലേക്ക് കൊണ്ടുപോരെ. അവർ സൗഖ്യമാവുകയാണ്. ആ കൈയുടെ തളർച്ചയുള്ളവർ പെട്ടെന്ന് എൻ്റെ അടുത്തോട്ടൊന്ന് ഓടി വന്നാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വേഗത്തിൽ അവരെ ഒന്ന് കൊണ്ടുവന്നാട്ടെ. ഫ്രണ്ടിലേക്ക് പെട്ടെന്ന് അവരെ ഒന്ന് കൊണ്ടുവന്നാട്ടെ. അവർ ഈ മിനിറ്റിൽ തന്നെ സൗഖ്യമാവട്ടെ. അത്ഭുതകരമായി കൈയുടെ തളർച്ചകൾ മാറിപ്പോട്ടെ. വേഗം വന്നാട്ടെ. യേശു നിങ്ങളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ബ്രദറിന്റെ കൈക്ക് എന്നാ പറ്റിയതാ? കടച്ചിലെന്ന് പറഞ്ഞ തൃശ്ശൂരാണ്. തൃശ്ശൂരെ ഭാഷ നമുക്ക് മനസ്സിലാകത്തില്ല. കടച്ചിലെന്ന് പറഞ്ഞ വേദന. ഓക്കെ, എവിടുന്ന് എങ്ങനെയാ അത് ഇറങ്ങുന്നത്? ഓക്കെ, ഇത് ഉയർത്തുന്നതിന് പ്രയാസമുണ്ടോ? ഉയർത്താൻ പറ്റില്ല? പറ്റില്ല. യേശുവേ ഒന്ന് വിളിച്ചു, ഒറ്റ വിളിയങ്ങ് വിളിച്ചു. പരിശുദ്ധയാത്മാവേ, കടച്ചില് വന്നിട്ട് ഉയർത്താൻ പറ്റാത്ത ഈ കൈയിലേക്ക് കർത്താവിന്റെ ശക്തി ഇറങ്ങട്ടെ. ചെവിയുടെ പുറകെ മുതലുള്ള ആ വേദന ഒഴിയട്ടെ. വിട്ടൊഴിയട്ടെ. ക്ലീനായി. കരമടിച്ചോന്ന് യേശുവിനെ എഴുന്നേപ്പിച്ചോ മോനെ, എഴുന്നേപ്പിച്ചോ. പൊക്കെടുത്തു. ഓ പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധയാത്മാവേ അങ്ങിറങ്ങി വന്നല്ലോ. പരിശുദ്ധയാത്മാവേ പരിശുദ്ധയാത്മാവേ അങ്ങിറങ്ങി വന്നല്ലോ. പരിശുദ്ധയാത്മാവേ അങ്ങ് സൗഖ്യമാക്കിയല്ലോ. പരിശുദ്ധയാത്മാവേ ഒരു പ്രശ്നമില്ല. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഓ ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം നിങ്ങളെ തൊട്ടിരിക്കുന്നു. സന്തോഷമാണ്. പരിശുദ്ധയാത്മാവേ. അമ്മയുടെ കൈക്ക് എന്നാ പറ്റിയതാ? ഇതേണ്ട ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാന്ന് തോന്നുന്നു. എന്നാ പറ്റിയത്? ഒടിച്ചിൽ സംഭവിച്ച? കരയാതെ എന്തായാലും ഇന്ന് കർത്താവ് സൗഖ്യമാകും.
എത്ര അമ്മ കരയാതെ, അമ്മ കരഞ്ഞാൽ എല്ലാവർക്കും സങ്കടമാവും. യേശു സൗഖ്യമാക്കാൻ പോവാ. നീ കൈ പൊക്കി കർത്താവിനെ പാടി ആരാധിച്ചിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. ഇവിടെ നോക്കിക്കേ. പരിശുദ്ധയാത്മാവേ, 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 ഇറങ്ങി വന്നല്ലോ. സൗഖ്യമാവട്ടെ. ഓ, ആ ബാധ ആ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഈ മകള് സൗഖ്യമാണ്. ജീവൻ കയറട്ടെ, സമൃദ്ധമായ ജീവൻ ഇപ്പോൾ തന്നെ അത് ഇറങ്ങട്ടെ. യേശുവിനാത്മാവേ, 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 ഇറങ്ങി വന്നല്ലോ. ദിനനാനാനേ, ദിനനാനാനേ, യേശു കർത്താവേ ഇറങ്ങി വന്നല്ലോ. യേശു കർത്താവേ, യേശു കർത്താവേ, പൊങ്ങട്ടെ പൊങ്ങട്ടെ പൊങ്ങും. എന്തിനാ സംശയിക്കുന്നേ? എനിക്ക് സംശയമില്ല. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഞാൻ എന്റെ കൈ പൊക്കിട്ടെ എന്ന് പോകത്തുള്ളൂ. എന്റെ കൈ പൊക്കിട്ടേ ഒന്ന് പോകുള്ളൂ. ഉറപ്പാ? പൊങ്ങട്ടെ 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 പൊങ്ങട്ടെ. കരങ്ങളെ അടിച്ചുകൊണ്ട് താഴ്ത്തിയിട്ട് ഒന്നുകൂടെ പൊക്കിക്കേ, താഴ്ത്തിയിട്ട് ഒന്നുകൂടെ പൊക്കിക്കേ, ഇനിയും പൊക്കിക്കേ. ഹല്ലേലൂയ. എത്ര നാളായിരുന്നു തളർന്നു പോയിട്ട്? കൊറേ 6 വർഷം. കൈ ഇവിടെ ഇങ്ങനെ ഭയങ്കര വേദന. ഇതിങ്ങനെ ഇവിടെ ആയിരുന്നു, ഇവിടുന്നായിരുന്നു പൊക്കാൻ പറ്റാത്ത. ഈ സ്പോട്ടിലായിരുന്നു, അല്ലാതെ ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഉണ്ട്. 6 വർഷത്തിന് ശേഷം ഇങ്ങനെ കൈ പൊക്കുന്നേ. കരമടിച്ചൊന്ന് യേശുവിന്. പരിശുദ്ധയാത്മാവേ, പരിശുദ്ധയാത്മാവേ, കരങ്ങളെ അടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുക്കുക. 6 വർഷത്തിന് ശേഷമാണ് ഈ അമ്മ ഇങ്ങനെ കരമുയർത്തി കർത്താവിനെ ആ പാടി ആരാധിക്കുന്നത്. അവിടുന്ന് ജീവിക്കുന്ന ഏക സത്യ ദൈവമാകുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആരാ അമ്മയെ സൗഖ്യമാക്കിയേ? യേശു. എന്തിനാ കരയുന്നേ? സങ്കടം കൊണ്ടാണ്, സന്തോഷം കൊണ്ടാണ്? രണ്ടും. ഇനി എന്നാ സങ്കടം? ഇനി വേറെന്നാ സങ്കടപ്പെടുത്തുന്ന വിഷയം? കാലും പ്രശ്നമാണോ? എന്റെ യേശുവേ, കർത്താവേ, പരിശുദ്ധയാത്മാവേ, 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 ഇറങ്ങി വന്നല്ലോ. പരിശുദ്ധയാത്മാവേ, 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 ഇറങ്ങി വന്നല്ലോ. പരിശുദ്ധയാത്മാവേ, 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 ഇറങ്ങി വന്നല്ലോ. സൗഖ്യവാൻ. കാല് വലിച്ചു കൊടുന്നു. ആ സങ്കടം തീർന്ന ഇപ്പൊ നാണമായി പോയി. സന്തോഷമായോ? സന്തോഷായി. കർത്താവേ, പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷയിൽ ഈ സമയത്ത് ഞങ്ങളോടൊപ്പം ചേരുന്ന ലക്ഷക്കണക്കാன ആൾക്കാർ ലോകമെമ്പാടുമുണ്ട്. കർത്താവേ, എനിക്കറിയാം ഈ വചനം അവരുടെ ഉള്ളങ്ങളിലേക്ക് ഘനീഭവിച്ചിറങ്ങട്ടെ. ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കേണ്ട നന്മകൾ ലേറ്റ് ആകുമ്പം, തട്ടിമാറിപ്പോകുമ്പം, സംശയം കൊണ്ട് അസ്ഥിരത വന്ന് നങ്കൂരം തള്ളിപ്പോയതുപോലെ അനുഭവപ്പെടുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ ഉറപ്പ് അവരുടെ ഉള്ളിലേക്ക് വരട്ടെ. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ധാരാളമായ ഒഴുക്കുകൾ നിന്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാകട്ടെ. അപ്രതീക്ഷിതമായ ഉറവിടങ്ങൾ തുറക്കപ്പെടട്ടെ. പ്രതീക്ഷിക്കാത്ത ദൈവിക വഴികൾ തുറക്കപ്പെടട്ടെ. ദൈവമാണ് ഇതിന്റെ മധ്യത്തിൽ ഉള്ളത്. ദൈവം പറഞ്ഞ വാക്ക് ദൈവം ഉറപ്പിച്ചു എന്ന് പറയത്തക്ക രീതിയിലുള്ള സാക്ഷ്യങ്ങൾ പുറത്തു വരട്ടെ. ദൈവം വാക്ക് പറഞ്ഞപ്പോ തനിക്കൊപ്പം ആരെയും കാണാഞ്ഞിട്ട് തന്നെത്താൻ നോക്കി വാക്ക് പറഞ്ഞ ദൈവപുത്ര, ആ വാക്കിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വാക്കിൽ ഞങ്ങൾ വലയിറക്കുന്നു. നന്മയ്ക്കായിട്ട് തീർന്നതിനായി നന്ദി. ആമേൻ. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തേ.